ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ നാഗാലാൻഡ് ദിമാപൂരിൽ ആർമി ക്വാർട്ടറിലാണ്. കല്യാണം കഴിഞ്ഞിട്ട് 4 മാസം വരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു. അതിന് ശേഷം ഞാൻ ഈ ക്വാർട്ടറിലോട്ട് വന്നു. പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആയി. വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇപ്പോൾ എനിക്ക് 5 മാസമായി. അങ്ങനെ തിരിച്ച് വീണ്ടും 5 മാസമായിപ്പോൾ ഞാൻ ക്വാർട്ടറിലോട്ട് വന്നേക്കുവാണ്. അങ്ങനെ രാവിലെ ബാൽക്കണിയിൽ പോയി നിന്ന് കുറച്ച് നേരമൊക്കെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഹസ്ബൻഡ് തലേദിവസം വന്ന് തുടച്ചൊക്കെ മാറാലൊക്കെ കളഞ്ഞതുകൊണ്ട് അത്രയ്ക്കും വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അരിയൊക്കെ കഴുകി വെള്ളത്തിലിട്ട് ഇത് ഞാൻ പോകണേക്കാളും മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ചിരട്ടിയും സാധനങ്ങളൊക്കെയാണ് പറക്കി കൂട്ടി ഞാൻ എടുത്ത് വെക്കുന്നത്. അങ്ങനെ ബെഡ്റൂമൊക്കെ വൃത്തിയാക്കി. ഒരു ബെഡ്റൂം, ഹോള്, കിച്ചൺ, ബാത്റൂം, ബാൽക്കണി, അങ്ങനെയാണ് ക്വാർട്ടർ വരുന്നത്. പിന്നെ ഈ ടോപ്പ് എന്ന് പറയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആവണേക്കാളും മുമ്പ് ഉപയോഗിച്ചതായിരുന്നു. ടൈറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ മാറ്റി ചേഞ്ച് ചെയ്ത് കുറച്ച് ലൂസായിട്ടുള്ള ടോപ്പൊക്കെ ഇട്ടു. ഞാൻ വന്നത് ജനുവരി ആ ടൈമിലാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോ ഫ്രെയിംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒട്ടിച്ച് വയ്ക്കാനുള്ള തന്ത്രപ്പാടിലാണ്. അങ്ങനെ ഫോട്ടോ ഫ്രെയിംസൊക്കെ ഒട്ടിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് കിച്ചണിൽ പണി ഉണ്ടായിരുന്നു. ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പണിയിലും തന്ത്രപ്പാടിലാണ്. അങ്ങനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പിന്നെന്താ, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഞാൻ പോയ സമയത്ത് നല്ല തണുപ്പായിരുന്നു. ഒരു ഏപ്രിൽ ആ മാസമൊക്കെ ആകുമ്പോൾ ചൂടാവുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് പണിയെടുക്കുമ്പോൾ വിശക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്ത വാഷിംഗ് ആണ്. അങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുക. അലക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നിന്നാണ് അലക്കണത്. ഇനി തൊട്ട് ചെറിയ സ്റ്റൂൾ മേടിച്ച് ഇരുന്ന് അലക്കണമെന്നുണ്ട്. കാരണം കുമ്പിട്ട് നിന്ന് അലക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അലക്ക് കഴിഞ്ഞു. കിച്ചണിലെ ഡ്യൂട്ടി കഴിഞ്ഞു. ഫോട്ടോ ഫ്രെയിമൊക്കെ ഒട്ടിച്ചു. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ക്ലീനിങ്ങും അടിച്ചുവാരലും തുടയ്ക്കലും അലക്കലും ഒക്കെ ആയിട്ട് കഴിഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് കാച്ചി വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ തേച്ച് നല്ല രീതിക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി. ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒരു ദിവസത്തെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ബൈ.